എന്റെ സൂര്യഭഗവാനെ കാത്തുരക്ഷിക്കണേ. എല്ലാം അങ്ങയുടെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം ജലോത്സവസ്യ പ്രളയോത്ഭവസ്യ പ്രളയബാധിത കുടുംബസ്യ ഫസ്റ്റ് 10,000 കൊടുത്തസ്യ വെള്ളം കയറാത്ത വല്യച്ഛന്റെ വീടിന് 65,000 കിട്ടസ്യ വീടൊലിച്ചു പോയ ഞാൻ ഒന്നും കിട്ടാതെ മുഞ്ചസ്യ. ഹലോ, അതെ ഇത് വെള്ളം വരുത്താനുള്ള പൂജയാണോ? 2018-ലും 2019-ലും വെള്ളം വന്നത് പോരെ, ഇനിയും വിളിച്ചു വരുത്തണോ? അല്ല, ഒരു ബന്ധമില്ലാത്ത മന്ത്രം ചൊല്ലിയതുകൊണ്ട് ചോദിച്ചതാ. മന്ത്രത്തെ പറ്റി പറയാൻ മന്ത്രമായിട്ട് വല്ല ബന്ധമുണ്ടോ? മന്ത്രമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, മന്ത്രിയായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. അതാ പറഞ്ഞത്, ബന്ധമറിയാത്തം മന്ത്രി, മന്ത്രമറിയാത്തം ബന്ത്രി. സ്വാഹ. അതെ, ഈ പൈപ്പിൻ ചോട്ടിൽ ഹോമം നടത്തിയ വെള്ളം വരുമോ? ഹോമം നടത്തിയ വെള്ളം വരില്ല, ഹോമം നടത്തിയ പുക വരും. പിന്നെന്താ നിങ്ങൾക്ക് ഈ പൈപ്പിൻ ചോട്ട് എന്താ പരിപാടി? ഈ നാടിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ വെച്ചാല് ഇവിടെ മാസത്തിലൊരിക്കലേ ഈ പൈപ്പിൽ വെള്ളം വരും. ആ വെള്ളം വന്ന മുഹൂർത്തം എന്നാണ്. അതേ മുഹൂർത്തത്തിൽ തന്നെയാണ് നമ്മുടെ ബലരാമൻ ചേട്ടന്റെ മോളുടെ കല്യാണവും. അതുകൊണ്ട് കല്യാണം പൈപ്പിൻ ചോട്ടിൽ വെച്ച് നടത്താൻ അങ്ങോട്ട് തീരുമാനിച്ചു. പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ഈ നിമിഷം നീ ഇറങ്ങി വന്നാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. അമ്മായിയാ, പിച്ച വെച്ച കാലം തുടങ്ങി മീനുട്ടി എനിക്കുള്ളതാണെന്നും ഞാൻ മീനുട്ടിക്കുള്ളതാണെന്നും ചരക്കായ അമ്മായി പറയാറില്ലേ? അല്ല, ചെറുപ്പം മുതൽ അമ്മായി പറയാറില്ലേ? എടാ മോനെ, ചെറുപ്പത്തിലെ കൊച്ചുങ്ങള് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ദേ കോക്കാച്ചിക്ക് പിടിച്ചു കൊടുക്കുന്നവ പറയാറില്ലേ? എന്നും പറഞ്ഞ് മക്കള് വലുതായി കഴിഞ്ഞാ ആരെങ്കിലും കോക്കാച്ചിക്ക് പിടിച്ച് കെട്ടിച്ചു കൊടുക്കോടാ. എടാ, നിന്റെ അമ്മാവൻ ജീവനോടിരിക്കണ കാലം വരെ അവളെ നിനക്ക് കെട്ടിച്ചരോന്ന് നിനക്ക് തോന്നുന്നുണ്ടാ? പോട്ടെ, ഇനിയിപ്പൊ അങ്ങേര് സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കൊന്നും നിനക്ക് തോന്നുന്നുണ്ടാ? നീ എന്തിനാണ് എന്നെ കൊഞ്ഞനെ കുത്തി കാണിക്കുന്നത്? മുഹൂർത്തത്തിന് മുമ്പ് കുറവേട്ടും മനസ്സിടത്തില്ലേ അമ്മായി? ഇത് കൊരവിട്ടതല്ലടാ, നിന്റെ അമ്മാവൻ നിന്നെ ചീത്ത പറഞ്ഞതാ. എന്താ പറഞ്ഞേ? അമ്മാവന്റെ തോളിയിരുന്ന് ചെവി തിന്നനെ ആരെ അനുവദിക്കൂലെന്ന്. ഈ ശരീരത്തെ എവിടെ അമ്മായി ചെവി? ഇനി അമ്മാവൻ എന്നെന്തെങ്കിലും പറഞ്ഞാ തോർത്ത് വീണോലെ പിഴിഞ്ഞാൻ അയലിടും ഇയാളെ. ബദിരകൾക്കുള്ള വാർത്ത വായിക എനിക്ക് പോവാമാവാ. മോനെ, ബന്ധുമിത്രാദികൾ ആരെയും കൊണ്ടൊന്നില്ലേ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ബഡ്ജറ്റ് കൂടും, അതുകൊണ്ട് ചെലവ് ചുരുക്കിയതാ. ശാന്തിക്ക് ആളെ മനസ്സിലായില്ലേ? ഏതായി നാറി? അല്ല മാരൻ. ഇതാണ് കല്യാണ ചെക്കൻ. പക്ഷെ കണ്ടാ പറയില്ല പെണ്ണ് കിട്ടൂന്ന്. മുഹൂർത്തം ആവാറായി, പെണ്ണിനെ ഇറക്കിക്കോളുക. എന്ത് ചെയ്യണു? തുമ്പേല. ഓ, അപ്പൊ റോക്കറ്റ് വിക്ഷേപണ യന്ത്രത്തിലാണ് ജോലി അല്ലേ? അതെ, നിങ്ങൾ ഉദ്ദേശിക്കണ തുമ്പയില്ല, അമ്പലപ്പറമ്പിലെ തുമ്പപ്പൂല്ലേ, അതിന് ചോട്ടിന്ന് മോളിലേക്ക് റോക്കറ്റ് വിടും. ഓ, അപ്പൊ വെടിക്കെട്ടുകാരനാണല്ലേ? അങ്ങനെയും പറയും. അപ്പൊ ഉടുക്കൊട്ടിയിട്ട് കാര്യമില്ല. എന്താ കാരണം? പേടിക്കില്ല. അല്ല മോനെ, അമ്മാവനെങ്കിലും കൂടെ കൂട്ടായിരുന്നു. അമ്മാവന്റെ കാല് പിടിച്ചാൻ വിളിച്ച് രാവിലെ 6 മണിക്ക് പെണ്ണുകൊണ്ടുവരാൻ പോണെന്ന് പറഞ്ഞു. അപ്പൊ അമ്മാവൻ പറഞ്ഞാണ് രാവിലെ അമ്മാവന് പത്രിടാൻ പോണോന്ന്. ഇന്ന് വരെ എന്റെ വായിന്നൊരു മോശം വർത്താനം വന്നിട്ടില്ല. ഞാൻ എന്റെ അമ്മാവന്റെ മുഖത്തോക്ക് ചോദിച്ചു, അച്ഛല്ലാത്തൊരു മകന്റെ കല്യാണത്തിന് വരാത്ത താനൊരു എന്ന് ഞാൻ ചോദിച്ചു. ഇത് തെറ്റാണ്? പൂജാരിക്ക് അറിയാൻ മുപ്പ ഇയാളെ എന്റെ അമ്മാവൻ എന്ന് പറഞ്ഞ ആളില്ല, നാട് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കണേ അയാളെ ഞാൻ എന്ന് വിളിച്ചെന്ന്. നിങ്ങൾ പറയാ ഞാൻ തെറ്റുകാരനാണ്? പറയാ. ഇപ്പൊ മനസ്സിലായി ബന്ധുമിത്രാദികൾ ആരും കൂടെ വരാഞ്ഞ കാര്യം എന്താന്ന്. ഇതിന്ന് ഒരു കാര്യം മനസ്സിലായിരിക്കണോ, ചെറുക്കൻ കുടുംബത്തിൽ പറഞ്ഞവൻ തന്നെ. ഇങ്ങനെയാണെങ്കിലും ചെക്കൻ കൊള്ളാട്ടോ. അതെന്താ? കണ്ടോ, വെള്ളമില്ലാത്ത നാട്ടിലെ വെള്ളവുമായിട്ട് വന്നിരിക്കണു സാക്ഷാൽ ഋഷ്യശൃംഗൻ. ജീരകവെള്ളമാണോ അത്? അല്ല, പെട്രോളാണ്. പെട്രോളോ? ഓ, വണ്ടിയിൽ ഒഴിക്കാനായിരിക്കും അല്ലേ? അല്ല,
ഇവിടെ വെച്ചെങ്ങാനും പെണ്ണായിട്ട് വല്ല സീൻ ഉണ്ടായാലേ ഒഴിച്ച് കത്തിക്കാനാണ്. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്.